ടീച്ചറെ നമസ്കാരം. നമസ്കാരം. നമ്മള് ചാനലിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് നമ്മള് കണ്ടു, കേട്ടു, ഒത്തിരി അറിഞ്ഞു. അത് ശരി. അപ്പൊ ടീച്ചറിനെ ഒന്ന് ഇന്റർവ്യൂ എന്ന് വിചാരിച്ചാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്റർവ്യൂ ശരി. അപ്പൊ ടീച്ചറെ, ടീച്ചർ ഏത് കലയിലാണ് പ്രാവീണ്യം നേടിയിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് പറയാമോ? ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് കലകളിലുണ്ട്. ഉണ്ട്. അപ്പൊ ടീച്ചറിന്റെ യഥാർത്ഥത്തിൽ പേര് എന്താണ്? മുഴുവൻ പേര്? എന്റെ യഥാർത്ഥ പേര് കലാമണ്ഡലം സരസമ്മ എന്നാണ്. പക്ഷെ എന്തോ കലാമണ്ഡലം, ദ്രുത, കല, താള, ലയ ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ സരസു എന്ന് വിളിച്ചോളാം. ചേട്ടനെ വിളിക്കുന്നത്. ഓക്കെ. ഏത് കലയിലേക്കാണെന്നൊന്ന് പറയാമോ? ഏത് കലയാണോ? ഇത് കഥകളി, കുച്ചിപ്പുടി, കോച്ചിപ്പുടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഇതുപോലെ പല പൊടികളും വെറുതെ അല്ല, ഞാൻ വന്ന് ഇറങ്ങിയപ്പോ തന്നെ ടീച്ചർ ഒരു പ്രസ്ഥാനമാണെന്ന് പറഞ്ഞത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ടീച്ചറെ, അപ്പൊ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒരു സ്റ്റുഡന്റിനെ ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി, ചാനലിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താവോ? പിന്നെന്താ, എന്റെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. ഞാൻ ഒരു സ്റ്റുഡന്റിനെ ഇപ്പൊ പരിചയപ്പെടുത്താം. വിളിക്കൂ. ഒന്ന് മാറി നിൽക്കൂ. മോളെ, ബൈജു മോളെ, അവളെ വരവ് കണ്ടോ? നമസ്കാരം പറഞ്ഞോ? നല്ലപോലെ പറഞ്ഞോ? ഇങ്ങോട്ട് അടുത്തോട്ടുന്നില്ലേ? മോളെ, അറിഞ്ഞൂടെ? ഞങ്ങളാണ് ഇപ്പൊ വന്നങ്ങള്. അപ്പൊ ഇന്നലെ വന്നങ്ങള് ഇന്ന് രാവിലെ പോയി. ഈ അങ്കിള് ഇനി വൈകിട്ട് പോകും. വേറെ അങ്കിള് നീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ എന്തിനടി നോക്കുന്നത്? നിനക്ക് എന്തടി? നിനക്ക് മര്യാദക്ക് നിന്നോണം. കൊറേ അങ്കിൾമാര് വരാറുണ്ടല്ലേ? വെറുതെ അല്ല ടീച്ചർ ഒരു പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. ശരി. മോളുടെ പേരെന്താ? ബൈജു മോള്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? കോഴിക്കോട്. മര്യാദക്ക് പറയണോ? മോളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 16 പേരിൽ 18 പേര് വന്നിട്ടുണ്ട്. കണക്കറിഞ്ഞൂടാത്തോണ്ട് മര്യാദക്ക് പറഞ്ഞുകൂടെ? നിനക്ക് ആര് പറഞ്ഞേ എനിക്ക് കണക്കറിഞ്ഞൂടെന്ന്? എന്തെങ്കിലും അറിഞ്ഞൂടത്? എന്താ കേട്ടോ? നമ്മുടെ കണക്കൂട്ടിലെല്ലാം തെറ്റിപ്പോയെന്ന്. വേണ്ട. മോളെ, ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? പാട്ടിലൊക്കെ പങ്കെടുത്തിട്ട് ഒരുപാട് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഒത്തിരി സമ്മാനം എന്ന് പറയടി. സമ്മാനം എന്ന് പറയടി. ഉമ്മയുടെ വിജയനം മാത്രമേ ഉള്ളൂ. സമ്മാനം വേണ്ട, പറയണ്ട. കിട്ടിയിട്ടുണ്ട്, മനസ്സിലായി. അത് കിട്ടിയിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടാവോ? ഇന്നാള് പാടി പാട്ടാ. ഏതെങ്കിലും പാട്ട് പാട്. ആദ്യം അവസാനമൊക്കെ അറിയാണ്ടാണ് പാടാൻ പോണത്. അറിയാവുന്ന പാട്ട് പാടറിയോ? എന്താ കോഴിയെ വിളിക്കുന്നു? കോഴിന്നല്ല, എന്നെയാണ് ടീച്ചറെ വിളിച്ചത്. അത് തന്നെ ഞാൻ പറഞ്ഞത്. മര്യാദക്ക് പാടങ്ങോട്ട്. കൊറേ നേരമല്ല നാരി കിടന്ന് തൂങ്ങണത്. നാരദിന്റെ അച്ഛ കൊണ്ടുവരുന്നത്. മര്യാദക്ക് പാടാ അറിഞ്ഞോട്ടെ നിനക്ക്. അയ്യോ മോളെ, കരയല്ലേ? അല്ല മോള് കരയാതെ പാട്. അയ്യോ, അങ്ങള് പറഞ്ഞത് കേട്ടില്ലേ കരയില്ലെന്ന്? പിന്നെ നീ എന്തിനാ കരയുന്നത്? മര്യാദക്ക് കരഞ്ഞോണ്ടെന്ന് പറയാതെടി. മോള് പാട്. ഒന്നുകൂടി പാട്. നമസ്കാരം. ഇതിനാണ് ഒരുപാട് അത് കിട്ടിയിട്ടുണ്ട്, സമ്മതിച്ചു. നിന്നെയൊക്കെ പ്രായത്തില് ഞാൻ ഇതുപോലെ ഒരുപാട് സാമാനം മേടിച്ചിട്ടുണ്ട്.
ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആണല്ലേ? അതിന്റെ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്, പോമറേനും പട്ടിയുടെ പോലെ. എന്തായാലും ടീച്ചർ വെറുതെ അല്ല നാട്ടുകാർ പറയുന്ന ഒരു പ്രസ്ഥാനമാണെന്ന്. ഇതാ ഞാൻ മാർക്കറ്റിൽ ഇറങ്ങാത്തത്. അല്ല ടീച്ചറെ, മലയാള ചലച്ചിത്ര ഗാനശാഖ ഒരുപാട് വിമർശിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ഗാനങ്ങളും നമുക്ക് ഇതുപോലെ വിമർശിക്കാൻ സാധിക്കില്ല. അത് പറഞ്ഞപ്പോഴേ എനിക്ക് ഓർമ്മ വന്നു. ഇപ്പം ഈ തെലുങ്ക് പടത്തിലുള്ള മിക്ക പാട്ടുകളും ഇപ്പൊ മലയാളത്തിൽ അടിച്ചിറക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഒരു പുതിയൊരു ചെറുക്കൻ പാടിയല്ലോ, എന്താ അസ്പലോ? അസ്പലല്ല, അഫ്സല്. അത് തന്നെ ചെറുക്കനെ ഒരു പാട്ട് പാടിയല്ലോ, എന്താ I am very sorry, ഒരു 4000 സോറി സ്വർണ്ണക്കട്ടി. നല്ല പാട്ടല്ലേ, നല്ല ഹിറ്റായി. തെലുങ്ക് പാട്ട് റീമേക്ക് ചെയ്തിട്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ 4000 സോറി പറയാൻ വേണ്ടി അവൻ എന്ത് തെറ്റാ ചെയ്തിരിക്കുന്നത്? 4000 സോറി? 4000 സോറി പറയാൻ വേണ്ടി എന്റെ പൊന്നെ ടീച്ചർ, അത് പാടാനുള്ള സുഖത്തിന് വേണ്ടിയല്ലേ ഈ 4000 സോറി പാടുന്നത്? എന്റെ പൊന്നെ, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു വേണ്ടിയുള്ള തെറ്റവും ചെയ്ത് നടത്തില്ല. ഞാനാണെങ്കിൽ വേണ്ടിയില്ല, ഇവനാണെങ്കിൽ ഒരു 250 സോറി, അവന്റെ പ്രായത്തിനനുസരിച്ച് ഒരു 250 സോറി എങ്കിലും ചെയ്താണ്. 1,00,000 സോറി പറയേണ്ടി വരും. അത് തന്നെ, ഇതാകുമ്പോഴത്തേക്ക് ഒരു 250 സോറി പറഞ്ഞാൽ മതി. പക്ഷെ പാടാൻ പറ്റില്ലല്ലോ. ആര് പറഞ്ഞു പാടാൻ പറ്റത്തില്ലെന്ന്? ഞാൻ പാടി കേൾപ്പിച്ചാലോ. I am very sorry, ഒരു 250 സോറി സ്വർണ്ണക്കട്ടി, ഞാൻ പാടാം ഒരു സ്റ്റോറി. I am very sorry, ഒരു 250 സോറി, അത്രയും മതി. പക്ഷെ എല്ലാ ഗാനങ്ങളും ഇതുപോലെ നമുക്ക് വിമർശിക്കാൻ സാധിക്കില്ല. ജയരാജിന്റെ സംവിധാനത്തിൽ കൈതപ്പുറം രചിച്ച മനോഹരമായ ഒരു ഗാനമുണ്ട്. അതും ഇന്നും എന്റെ മനസ്സിന്റെ മടിത്തട്ടിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ ഞാൻ ഇത് എവിടെ പാടിയിട്ടും ആരും വിമർശിച്ചിട്ടില്ല. ആര് പറഞ്ഞു? അതെ, കേട്ടോ. കളിവീടുറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ. കളിവീടുറങ്ങി യല്ലോ എന്ന് പറഞ്ഞ എന്തുവാ? ഇംഗ്ലീഷ് ആണോ? അതിനകത്ത് ഇംഗ്ലീഷ് ഉണ്ടോ? അപ്പൊ ഇംഗ്ലീഷ് വരാൻ പാടില്ല. യഥാർത്ഥത്തിൽ മലയാളത്തില് യെല്ലോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയേണ്ടത്? മഞ്ഞ. മഞ്ഞ. അപ്പൊ മഞ്ഞ എന്ന് പറഞ്ഞാ പോടെ? അതെങ്ങനെയത്? കളിവീടുറങ്ങി മഞ്ഞ, കളിവാക്കുറങ്ങി മഞ്ഞ, ഒരു നോക്കു കാണുവാനൻ ആത്മാവു തേടുന്നു മഞ്ഞ. മൊത്തം മഞ്ഞല്ലേ? അങ്ങനെ പാടണം. പക്ഷേ നമ്മൾ ജനിക്കുമ്പോ തന്നെ, അതായത് 10-20 വർഷം പിന്നിലേക്ക് നമുക്ക് പോവാം. പിന്നിലേക്ക് വേണ്ട, നമുക്ക് റൂമിലേക്ക് പോകാം. അയ്യോ, അതല്ല, മലയാള ഗാനശാഖയുടെ ചരിത്രത്തിലേക്ക് 10-20 വർഷം പിന്നിലേക്ക്. ഞാൻ വെറുതെ അപ്പോ നമ്മൾ ജനിച്ചു വീഴുമ്പോ തന്നെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ വളരെ താലോലിച്ച് പാടി പാട്ടുണ്ട്. ആരാരോ ആരീരാരോ അച്ഛന്റെ മോനാരോ. എന്റെ പൊന്നുമോനെ, അതിനകത്തും ഉണ്ട് ഇംഗ്ലീഷ്. അതെവിടെ ഇംഗ്ലീഷ്? ആരോ എന്ന് പറഞ്ഞ എന്തുവാ? ഓ, അമ്പ്. അമ്പ്. അപ്പൊ അതെങ്ങനെ പാടുന്നത് യഥാർത്ഥത്തിൽ മലയാളത്തിലാകുമ്പം? അതെങ്ങനെ പാടും? അമ്പമ്പോ അമ്പിമ്പമ്പോ അച്ഛന്റെ മോൾ അമ്പമ്പോ, അമ്മയ്ക്കു നീ അമ്പല്ലേ, 1000 വള്ളി അമ്പല്ലേ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അല്ല ടീച്ചറിന് ഇനിയും സ്റ്റുഡൻസ് ഉണ്ടല്ലോ? പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാം വിദ്യാർത്ഥികളാണ്. അടുത്ത സ്റ്റുഡൻസിനെ ഞാൻ വിളിക്കാം. മോളെ, അതേ വന്ന അടുത്ത സാധനം. എത്ര സ്റ്റുഡന്റ് ആണെന്ന് അറിയാം. നമസ്കാരം. 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 നല്ല മിടുക്കി കുട്ടിയാവള്. ശരി ശരി. മോളുടെ പേരെന്താ? എന്താ? എന്തോടി മോളെ? മോളെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ് LKG. മോളുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അതെ, നിനക്ക് മര്യാദയ്ക്ക് സംസാരിച്ചൂടെ? മര്യാദയ്ക്ക് സംസാരിക്കടി. മോളെ ഏത് കലയിലാ പ്രാവീണ്യം നേടിയിട്ടുള്ളത്? എന്തേക്കാ കൊച്ചു കാണിക്കുന്നത്? നിനക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പാടില്ല. നിനക്ക് എന്താ? നീ എന്തിനാ ഇങ്ങനെ പിടിച്ച് വെള്ളപ്പൊക്കമുണ്ടോ? പിന്നെന്താ? ഷർട്ട് ഊരി പോണു. എടി, ഷർട്ട് ഊരി പോന്നെങ്കിൽ മര്യാദയ്ക്ക് ഒരു പിന്ന് കുത്തി കൊണ്ടുവന്നൂടെ നിനക്ക്? ശശികല ഒരു പിന്നേരോ? ഇനി ശശികലയുടെ പിന്ന് മേടിച്ച് നീ കുത്തിട്ടോണം ശശികല തുണിയില്ലാതെ തെക്ക് വടക്ക് അങ്ങോട്ട് നടക്കാൻ. മര്യാദയ്ക്ക് പോയി ഒത്തെങ്കിലും കെട്ടിക്കൊണ്ട് പാടി. അതെ അതെ, വല്ല ആണി വല്ലതും അടിച്ചു വെക്ക്. മോളെന്താ പാടാം? എന്താ കഥ പറയാൻ പോണു? ഒന്ന് കഥ പറയാമോ? എന്തുവാ ഞാനാണോ പറയുന്നത്? നിർത്തി പറയടി. നീ കിടന്ന് പറ. എടി, മര്യാദയ്ക്ക് നിർത്തി സ്റ്റൈലായിട്ട് പറയണോട്ടോ. പതുക്കെ പറയാൻ. അതൊക്കെ പറ. കേക്കണില്ല. എടി, മര്യാദയ്ക്ക് പറയടി അങ്ങോട്ട്. ഒരൊറ്റ കീറുവെച്ചേരും ഞാൻ പറഞ്ഞേക്കാം. അങ്ങനെ പറ. നിർത്തി പറ. അങ്ങനെ തന്നെ. നീ ഇങ്ങനെ ഒന്ന് പറഞ്ഞാ ഞാൻ ഇങ്ങനെ കയറ്റി തരും. ഞാൻ പറഞ്ഞേക്കാം. ഒരേ ആകൃതിയും ഒരേ വലിപ്പം ഉണ്ടായിരുന്ന കാലം. ഒരു ദിവസം
മതി ശാന്തമതി. അവരെ കണ്ടോന്ന് ചോദിച്ചു നിങ്ങളെ സഹോദരന്മാരാണല്ലേ? നമസ്കാരം. മതി മതി, കഥ പറഞ്ഞത് മതി. മോള് ഡാൻസ് കളിക്കോ? നന്നായിട്ട് ഡാൻസ് കളിക്കോ? അന്നൊരു ഡാൻസ് കളിച്ചേ. പക്ഷെ നീ ഇവിടെ കിടന്ന് കാണാകുണാതെ എല്ലാം കിടന്ന് ഡാൻസ് കളിച്ചിട്ട് എന്റെ പേരെല്ലാം വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ വലിച്ചു കയറി സ്പോൺസർമാർക്ക് കൊടുക്കും, ഞാൻ പറഞ്ഞേക്കാം. ശരി, എന്തായാലും ടീച്ചർ ഒരു പാട്ട് പാട്, പുള്ളിക്കാരി ഡാൻസ് ചെയ്യും. അതിന് എന്റെ ഒരു മാഷുണ്ട്, എന്നെ പഠിപ്പിച്ചൊരു മാഷുണ്ട്. മാഷ് പാട്ട് പാടി കഴിഞ്ഞാലേ എനിക്കും പാട്ട് വരുത്തുള്ളൂ. മുരളീകൃഷ്ണൻ ചേട്ടൻ, മുരളീകൃഷ്ണൻ സാറേ, മുരളീകൃഷ്ണൻ സാറ് ഭയങ്കര പൗരുഷമുള്ള പാട്ടുകാരനാണ്. ഇത് നമുക്കറിയാവുന്ന കേസ് തന്നെ. അയ്യോ, ഞാൻ എടുത്തില്ല. എന്ത് കുഴലെടുത്തില്ല? അല്ല, പാടിയാ മതി, കുഴല് വേണ്ട. അല്ല, ഇത്രയും നേരം ഇന്റർവ്യൂ ആയിരുന്നു, പക്ഷെ മാഷിനെ മാത്രം ഞാൻ ഇവിടെ കണ്ടില്ലല്ലോ. സാറിന് അറിയോ എന്റെ വിഷമം? ഈ ടീച്ചർ തരുന്ന തുച്ഛമായ ശമ്പളം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ? അത് ഞാനും ഓർത്തിട്ട് തുച്ഛമായ ശമ്പളം കൊണ്ട് എങ്ങനെ ജീവിക്കാൻ പറ്റും? അല്ല, പിന്നെ ഞാൻ വേറെ പണിക്കൊക്കെ പോകണ്ടേ? എന്ത് പണിക്ക്? വായിക്കാൻ പോകണ്ടേ? എന്ത്? ഒന്നുമില്ല, തബല വായിക്കാൻ. തബല വായിക്കാൻ. അപ്പൊ മാഷ് ഒരു പാട്ട് പാടുകയാണെങ്കിൽ കൊച്ചു ഇവിടെ ഒരു ഡാൻസ് കളിക്കും. ഒന്ന് പാടാവോ? റെഡിയാണോ? നമ്മുടെ മറ്റേ പാട്ടാ. താഴ്ന്നിരിക്കും ഈശ്വരന്മാരെ, ഒരു തെറ്റും വരത്തില്ല എന്റെ. റെഡി, 1 2 3 സ്റ്റാർ. മാനത്തൊരു നാട്ടിലെ മരിവിലിൻ കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്, പൊന്മുട്ടയിടുന്നൊരു താറാവ്. കൂട്ടിലിടാൻ പറ്റൂല, കൂട്ടം തെറ്റി പോവൂല, കൊഞ്ചി കുഴഞ്ഞാടും താറാവ്. ആഹാ, കൊഞ്ചി കുഴഞ്ഞാടും താറാവ്. മാനത്തൊരു നാട്ടിലെ മരിവിലിൻ കൂട്ടിലെ പൊന്മുട്ടയിടുന്നൊരു താറാവ്. ഓഹോയ് പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ് പൊന്മുട്ടയിടുന്നൊരു താറാവ്, ഓഹോയ് പൊന്മുട്ടയിടുന്നൊരു താറാവ്, ആഹായ് പൊന്മുട്ടയിടുന്നൊരു താറാവ്. കൊറേ നേരം മുട്ടയിടാൻ തുടങ്ങിയിട്ട് എന്തിനടിച്ചത്? ടീച്ചർ പഠിപ്പിച്ചാണോ? മതി മതി, ടീച്ചർ പഠിപ്പിച്ചാണെങ്കിൽ ഇത്രയും മതി. എന്താണ് ടീച്ചർ ഇത്? ഒരുമാതിരി പ്രാന്ത് പിടിച്ച കൊച്ചി, ചെകുത്താൻ കൂടിയതാ. കൊറേ കട എന്നെ നിർത്താൻ വേണ്ടിട്ട് ഓടിയതാണ്, മനസ്സിലായില്ലേ? പൊന്മുട്ടയിടുന്നൊരു ഒരു കാര്യം ഞാൻ പറയാം, മൂപ്പ് കയറി വരുമ്പോ നിർത്തരുത് ഒന്നും. അതെ, ഇത്രയും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കണ്ടു, പലതും കണ്ട്. ടീച്ചർ ഇത്ര നേരമായിട്ട് ഒരു പാട്ടും പാടിയിട്ടുള്ള ഒരു ഡാൻസും കളിച്ചിട്ടില്ല. ഒരു സ്റ്റെപ്പെങ്കിലും കളിക്കാൻ പാടില്ലേ? ഞാൻ അങ്ങനെ കളിക്കത്തൊന്നുമില്ല. പിന്നെന്താ? എനിക്ക് എന്റേതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, അതെനിക്ക് അത് വേണം. എന്ത് വേണം? ചിലങ്ക. ചിലങ്ക. ഞാൻ ചിലങ്ക ഇട്ടിട്ടേ ഡാൻസ് കളിക്കത്തുള്ളൂ. ചിലങ്ക ഇട്ടിട്ട് ഡാൻസ് കളിച്ചു. ഞാൻ പോയി ചിലങ്ക എടുത്തോണ്ട് വരാം. ചെല്ല്. ഇത് കലാമണ്ഡലം സരസ്വ അല്ല, കലാഞൊണ്ടലം സരസ്വാണ്. എനിക്ക് കൊതി തീരുന്നില്ല. പൊന്മുട്ടയിടുന്നൊരു